LG 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഡെഡാണ്. ഇവിടെ ഇപ്പോൾ ഹെച്ച് ഔട്ട് കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. ഹെച്ച് ഔട്ട് ഇവിടെ മീറ്റർ ബസറിലോട്ടാക്കിയിട്ടിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഹെച്ച് ഔട്ട് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഹെച്ച് ഔട്ട് വെറുതെ അങ്ങ് ഷോർട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ ഹെച്ച് ഔട്ട് ഷോർട്ട് ആവണമെങ്കിൽ ഇപ്പോൾ ട്യൂബ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, യോക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, LOT കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, പവർ സപ്ലൈ ഹൈ ആയിരുന്ന, അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഹെച്ച് ഔട്ട് ഷോർട്ടാവും. അങ്ങനെ ഹെച്ച് ഔട്ട് ഊരിയിട്ട് ഓൺ ചെയ്തപ്പോഴത്തേക്കും പവർ ലീഡിയൊക്കെ കത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഹെച്ച് ഔട്ട് ഷോർട്ടായിട്ടുണ്ട്. വേറെ ഹെച്ച് ഔട്ട് ഇട്ടിട്ട് ഇനി ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഹെച്ച് ഔട്ട് ഇട്ടിട്ടുണ്ട്. കപ്പൊക്കെ ഒന്ന് കറക്റ്റായി ക്ലീൻ ചെയ്യണം. അപ്പോൾ ലീക്ക് അടിച്ചാൽ സംഭവം ഹെച്ച് ഔട്ട് അടിച്ചു പോകും. ഇവിടെ കപ്പൊക്കെ അത് കറക്റ്റായിട്ടിട്ട് എന്നിട്ട് ടി ഓൺ ചെയ്തപ്പോഴത്തേക്കും ഒരു സൗണ്ട് വരുന്നുണ്ട് LOTയിൽ നിന്ന്. അതേസമയം എന്താണ് ഈ പവർ ലീഡി അങ്ങ് ഓഫായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി LOT ആണ് കംപ്ലൈൻ്റ് എന്ന്. അപ്പോൾ LOT കംപ്ലൈൻ്റ് ആയിട്ടാണ് ഹെച്ച് ഔട്ട് അടിച്ചു പോയത്. ഇപ്പോൾ LOTകളൊക്കെയാണ് 6174V 6600M അങ്ങനെ എന്തോ നമ്പർ. ഓക്കെ, ഏകദേശം 350 രൂപ എന്തോ വിലയുണ്ട് ഈ LOTക്ക്. പിന്നെ ഈ LOT തന്നെ ഏകദേശം ഒരു 4 എണ്ണം അടിച്ചു പോയിട്ടുണ്ട്, പുതിയത് തന്നെ. ഇവിടെ ഇപ്പോൾ വേറൊരു പഴയ LOT ഇട്ട് ഓൺ ചെയ്തപ്പോഴത്തേക്കും കറക്റ്റ് എല്ലാം ഓണായി വന്നിട്ടുണ്ട്. 1-2 പണിയും കൂടെ ഉണ്ട് ഇവിടെ. അത് ബേസ് ബോർഡിൽ 2 കപ്പാസിറ്റർ മാറണം. ഓക്കെ, ബേസ് ബോർഡിൽ ഈ കപ്പാസിറ്ററിൻ്റെ ഒരു കാല് വന്നിട്ട് ഒടിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ ബേസ് ബോർഡിൽ 2 കപ്പാസിറ്റർ ഉണ്ട്, ബോർഡിലൊരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ അത്രയും കപ്പാസിറ്ററും കൂടെ ഒന്ന് മാറിയിട്ട് ഫുൾ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബേസ് ബോർഡ് ഡ്രൈ സോൾഡർ ചെയ്യാണ്. പിന്നെ കപ്പാസിറ്ററും മാറിയിട്ടുണ്ട്. ബേസ് ബോർഡിൽ 2 കപ്പാസിറ്റർ മാറി. ഇനി ബോർഡിലുള്ളത് വേറെ മാറ്റിയിടുന്നുണ്ട്. എന്നിട്ട് ബോർഡ് ഡ്രൈ സോൾഡർ ചെയ്യണം. ഡ്രൈ സോൾഡർ ചെയ്തിട്ട് ഇനി ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ബോർഡിൽ നല്ലോണം ഡ്രൈ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഡ്രൈ സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചാനലിൽ തന്നെ വേറെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഷോർട്സ് ആയിട്ട് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതല്ല നോർമൽ വീഡിയോ ആയിട്ട് വേറെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് കാണുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് മൊത്തം ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി TV ഓൺ ചെയ്ത് നോക്കാം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ TV ഓൺ ചെയ്തിട്ടുണ്ട്. ഓസിലേഷനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കറക്റ്റ് ഓണായി, ഗ്രെയിൻസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കംപ്ലൈൻറ്റ്സ് എല്ലാം മാറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.